നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രുചിയിലൊരു വെള്ള കിണ്ണത്തപ്പാണ്. അപ്പോൾ ഇതിന് മുന്നേ മലബാർ കിച്ചണിലൂടെ കണ്ണൂർ സ്റ്റൈൽ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. അപ്പോൾ 2 കിണ്ണത്തപ്പവും ഒന്ന് നമ്മൾ നെയ്യിൽ വഴറ്റിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന കിണ്ണത്തപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വെള്ള കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ മെഷർമെൻറ്റും ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് എല്ലാ അളവും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് വെള്ളം വാർന്ന് കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിക്ക് പകരം ബസ്മതി റൈസും ഉപയോഗിക്കാം. ഇനി മധുരത്തിന് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ കപ്പിന് ഞാനൊരു 3/4 കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നാണെങ്കിൽ 1 കപ്പ് തുടങ്ങി 1/4 കപ്പ് വരെ പഞ്ചസാര ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതേ കപ്പിന് തന്നെ തേങ്ങാപ്പാലൊന്ന് അളന്ന് വെച്ചിട്ടുള്ളതാണ്. തേങ്ങാപ്പാൽ 3 കപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. തേങ്ങയുടെ 1/4 പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 1/4 പാൽ 2/4 പാലുമായിട്ട് പകുതിയായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും രുചി ഉണ്ടാവുക തേങ്ങയുടെ 1/4 പാൽ തന്നെ 3 കപ്പ് എടുക്കുമ്പോഴാണ്. പിന്നെ നമുക്കൊരു മുട്ട ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലേവറിന് ഏലക്കയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇനി. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന 1 കപ്പ് പച്ചരി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിലോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഒരു മുട്ട തുടങ്ങി നിങ്ങൾക്ക് 2 മുട്ട വരെ ഉപയോഗിക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിന് ഏകദേശം 1 കപ്പിനടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം മുഴുവൻ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നത്. ഒന്ന് അരച്ചെടുത്തതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അരക്കുമ്പോൾ മിക്സിയുടെ ജാർ നല്ലതുപോലെ അങ്ങ് ചൂടാകുമല്ലേ. അപ്പോൾ ഈ ബാറ്റർ അങ്ങനെ ചൂടാകാതെ നോക്കുക. അതായത് ഒന്ന് പോസ് ചെയ്ത് അടിച്ചെടുക്കുക. ഈ കൂട്ട് ഒരിക്കലും ചൂടാകുന്ന രീതിയിൽ അടിച്ചെടുക്കരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലോട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇളക്കി നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. നല്ല ലൂസായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ കറക്റ്റാണ്. ഇത് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ പാകം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ തവി വെച്ച് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു തുണി വിരിച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും തരികൾ പാടില്ല ഈ ഒരു കൂട്ടിൽ. അപ്പോൾ നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കുക. ഇനി നിങ്ങൾ അരിപ്പയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും ചെറിയ കണ്ണുള്ള അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഏറ്റവും നല്ലത് ഇതുപോലെ തുണിയിൽ വെച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും. അപ്പം ഞാനിത് നല്ലതുപോലെ അരിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 3 ഏലക്ക അതിൻ്റെ കുരു മാത്രം എടുത്ത് പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തവി വെച്ച് ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടിയും ഉപ്പൊക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം കൂടി പൊടിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ജീരകം ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം കൂടി പൊടിച്ച് ചേർക്കാം. അപ്പോൾ ഈ ഏലക്ക പൊടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ജീരകം ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഏലക്കയും ജീരകമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ആ സ്റ്റെപ്പിൽ തന്നെ ഒരുമിച്ച് ചേർത്ത് അടിച്ചെടുക്കാം കേട്ടോ. പക്ഷെ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് ചേർക്കാതെ അരിച്ചെടുത്തതിന് ശേഷം ഏലക്കപ്പൊടിയും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിനകത്ത് ഒന്നുകിൽ നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്, 2 തവണയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു ബാറ്റർ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1/4 ഭാഗം വരെ ബാറ്റർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആവിക്ക് വെക്കുന്ന ആ ഒരു സമയത്ത് ബാറ്റർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പാത്രം വെച്ച് കൊടുക്കാനും കഴിയും. അപ്പോൾ ഇനി ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അടിയിലോട്ടേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ചട്ടിയുടെ അടിയിൽ വെക്കുന്ന റിങ് വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം കമിഴ്ത്തി കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കുന്നത് ഏത് പാത്രത്തിലാണോ ആ പാത്രം ഒന്ന് ഇറക്കി വെക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗം വരെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കൊരു തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് കവർ ചെയ്യുക, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അടപ്പ് വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതിൽ വെള്ളം വീണിട്ട് നമുക്കൊരു ശരിയായ പാകത്തിൽ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ തുണി അല്ലെങ്കിൽ അതിന് പകരം ഇതുപോലെ ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി. തുണിയോ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫോയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. തുണിയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ടൈറ്റായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് തുടങ്ങി 25 മിനിറ്റ് വരെ വെച്ച് നല്ലതുപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കി പാകം നോക്കിയാൽ മതി. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളിതൊന്ന് ഇത് പാത്രത്തിനകത്തുനിന്ന് മാറ്റേണ്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ബാറ്റർ കൂടി ഞാനൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് പതുക്കെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ ശരിക്കും ഇത് സൈഡ് ഭാഗത്തു നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിണ്ണത്തപ്പം ഞാൻ പാത്രത്തിനകത്ത് നിന്ന് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാകം ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ശരിക്കും പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണെന്ന് പറയാം. ശരിക്കും നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയധികം സോഫ്റ്റായിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാകുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഒത്തിരി ബാറ്റർ, അതായത് മുഴുവൻ ബാറ്ററും ഒരേ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് മാത്രം ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ച് ഒഴിച്ചിപ്പം ഞാനിപ്പോൾ 2 ഭാഗമായിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നടുഭാഗമൊന്നും നമുക്ക് ശരിക്കും പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല, അതായത് വെന്ത് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എളുപ്പമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.